ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രീകാന്ത് വർഷയെ വഴക്കൊക്കെ മാറ്റി തിരികെ വീട്ടിൽ കൊണ്ടുവന്നത് ചന്ദ്രക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. കാരണം ചന്ദ്ര ശ്രീകാന്തിനോട് പറഞ്ഞതാണല്ലോ, വർഷയെ വിളിക്കാൻ വീട്ടിലോട്ടൊന്നും പോകണ്ട, അവളായിട്ട് ഇറങ്ങിപ്പോയതല്ലേ, അവളായിട്ട് തന്നെ കയറി വരട്ടെ എന്നൊക്കെ ശ്രീകാന്തിനെ ഉപദേശിച്ചിരുന്നു. പക്ഷേ ശ്രീകാന്ത് അതൊന്നും കേൾക്കാതെ വർഷയെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിഷ്ടപ്പെടാത്ത ചന്ദ്ര വർഷയ്ക്കെതിരായിട്ട് ഓരോന്നും പറയുന്നുണ്ട്. വർഷ അതിനൊക്കെ തിരിച്ച് നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട്. എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിലും അത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ശരിയാക്കി തരുമായിരുന്നില്ല എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അതിന് ആൻറ്റി ആരാ, സുപ്രീം കോടതിയിലെ ജഡ്ജി ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ദേഷ്യം വന്ന് വർഷയെ നോക്കുവാണ്. കാരണം ചന്ദ്രയ്ക്കെതിരായിട്ട് ഇതുവരെ ഒരു മരുമക്കളും ആ വീട്ടിൽ സംസാരിച്ചിട്ടില്ലല്ലോ. സച്ചിക്ക് ഇത് കേൾക്കുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. സച്ചി കൈകൊട്ടി തുമ്മിയൊക്കെ ചന്ദ്രയെ കളിയാക്കുന്നുണ്ട്. വർഷ പറയുന്നുണ്ട്, ഞാൻ ശ്രീകാന്തിനോട് വഴക്കിട്ടൊന്നും പോയതല്ല, ഞാൻ ശ്രീകാന്തിനോട് ഇന്നൊരു ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ പറഞ്ഞു, അവൻ കേട്ടില്ല, ആ ദേഷ്യത്തിൽ ഞാൻ പോയെന്നേ ഉള്ളൂ, അല്ലാതെ സ്ഥിരമായിട്ട് അവിടെ നിൽക്കാനൊന്നും പോയതല്ല എന്നൊക്കെ വർഷ ചന്ദ്രനോട് പറയുന്നുണ്ട്. ശ്രുതി ഇതിൻ്റെ ഇടയിൽ കൂടി സംസാരിക്കുന്നുണ്ട്. ശ്രുതി പറയുവാണ്, വർഷ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മുറിക്കുള്ളിൽ വെച്ച് സംസാരിച്ച് തീർക്കണം. ഇപ്പം ഞാനും ശ്രുതിയും ഇടയ്ക്ക് തല്ലുപിടിക്കാറൊക്കെയുണ്ട് എന്നും പറഞ്ഞ് ഞാൻ വഴക്കിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എൻ്റെ വീട്ടിലൊന്നും പോയി നിൽക്കാറില്ലല്ലോ എന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതിന് പാലറേട്ടത്തിയുടെ അച്ഛൻ അങ്ങ് മലേഷ്യയിലല്ലേ, അത് മാത്രമല്ല ഇപ്പോൾ അങ്ങേര് ജയിലിലുമാണ്, പാലറേട്ടത്തി ഇവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാണെങ്കിൽ മലേഷ്യയിലുള്ള ജയിലിൽ പോയി വേണം താമസിക്കാൻ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ശ്രുതിക്ക് ഇത് കേൾക്കുമ്പോഴേക്കും ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി പറയും, അങ്കിളെ എൻ്റെ അച്ഛനെ പറ്റി ഒരു വാക്ക് പോലും മിണ്ടിപ്പോകരുതെന്ന് ഈ സച്ചിയോട് പറയാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ സച്ചി നീ മിണ്ടാതിരിക്കുക, വർഷ മോളെ ഇവിടെ വന്നിരിക്കുമെന്ന് പറഞ്ഞിട്ട് വർഷയെ അടുത്തിരുത്തി രവീന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ വഴക്കിട്ടതിൻ്റെ കാരണമൊന്നും ഞാൻ ചോദിക്കുന്നില്ല, അത് ചോദിക്കുന്നത് ശരിയല്ല, പക്ഷേ ഞാൻ പറയുന്നത് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും മോൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി നിൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെപ്പറ്റി എന്താലോചിക്കും, മോൾ ഈ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കും എന്ന് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തതാണ്, എന്നിട്ട് മോൾ ഇങ്ങനെയൊക്കെ പോയി നിന്നാൽ അതിൻ്റെ നാണക്കേട് ഞങ്ങൾക്കല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അങ്കിളെ ഞാൻ അവിടെ പോയിട്ട് ആരോടും കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ വഴക്കിട്ടിട്ടാണ് വന്നതെന്ന് പോലും മമ്മിയോടോ ഡാഡിയോടോ പറഞ്ഞിട്ടില്ല, ഇതെൻ്റെയും കൂടി ഫാമിലി അല്ലേ, ഞാൻ ഈ ഫാമിലിയെ അവർക്ക് മുമ്പിൽ ഇട്ട് കൊടുക്കുമോ എന്നൊക്കെ വർഷ ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രനെ സമാധാനമാവുന്നുണ്ട്. ചന്ദ്രയുടെ ദേഷ്യം അപ്പോഴും മാറുന്നൊന്നുമില്ല. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് നിനക്ക് തോന്നിയില്ലായിരുന്നോ ഇത് നിന്റെ കുടുംബമാണെന്ന്, ഇപ്പം പെട്ടെന്ന് എങ്ങനെ ഒരു ബോധോദയം ഉണ്ടായി എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അതോ ശ്രീകാന്ത് അവിടെ വന്ന് കരയാൻ തുടങ്ങിയെന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ശ്രീകാന്തിനെ ഇങ്ങനെ നോക്കുവാണേ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയും, ഞാനെപ്പോൾ കരഞ്ഞു, ഞാൻ സോറി അല്ലേ ചോദിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, നോർമലായിട്ട് സോറിയൊന്നും അല്ല ആൻറ്റി ചോദിച്ചത്, ദേ എൻ്റെ കയ്യിലോട്ട് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള ആ ഡയമണ്ട് റിങ് ചന്ദ്രക്ക് കാണിച്ചു കൊടുക്കുവാണേ. ചന്ദ്ര അതിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയും എല്ലാവരും ഇത് കാണുവാണ്. ശ്രുതിയോട് പറയും, നോക്കിയേ ശ്രുതി, ഡയമണ്ട് റിങ്. ചന്ദ്ര വർഷയോട് ചോദിക്കുന്നുണ്ട്, ഇതേതാ ഈ പുതിയ മോതിരം, നിന്റെ വീട്ടിൽ നിന്ന് അമ്മ മേടിച്ചു തന്നതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയും, ഏയ് ഇത് ശ്രീകാന്ത് മേടിച്ചതാ, ശ്രീകാന്ത് എനിക്ക് ഈ ഡയമണ്ട് മോതിരം മേടിച്ചു കൊണ്ടുവന്ന് എന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് എല്ലാവരുടെ മുമ്പിലും ചമ്മി നാറിയ അവസ്ഥയായിട്ടിരിക്കുവാണ്. ചന്ദ്രയാണെങ്കിൽ ദേഷ്യത്തിൽ ഇങ്ങനെ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട്. കാരണം താൻ വിളിച്ചോണ്ട് വരരുതെന്ന് പറഞ്ഞ മരുമകളെ ശ്രീകാന്ത് പോയി ഡയമണ്ട് റിങ് കൊടുത്ത് മേടിച്ചോണ്ടും വന്നിരിക്കുന്നു. ഡയമണ്ട് റിങ് ഒക്കെ കണ്ട് ചന്ദ്രയുടെ കണ്ണ് തള്ളിയിരിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എടാ ശ്രീകാന്ത് നിനക്ക് വേറെ പണിയില്ലേ, ഞാൻ എന്തെങ്കിലും വഴക്കിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയൊക്കെ അലുവയും മല്ലിപ്പൂവൊക്കെ മേടിച്ചു കൊടുത്തതാണ് സമാധാനപ്പെടുത്തിയിരുന്നത്, നീ എന്താന്ന് വെച്ചാൽ ഡയമണ്ട് റിംഗ് ഒക്കെ മേടിച്ചു കൊടുക്കുന്നു, ഇനി ഇതൊരു മാർജിനായിട്ട് അവിടെ നിൽക്കത്തില്ലേ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എൻ്റെ സച്ചിയേട്ടാ ഞാൻ സച്ചിയേട്ടനോട് ഡയമണ്ട് റിംഗ് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല, പോരെ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ശ്രുതി പറയും, അല്ല ശ്രുതി, നമ്മൾ തമ്മിൽ ഡയമണ്ട് റിംഗ് ഒക്കെ കൊടുത്ത് കോംപ്രമൈസ് ചെയ്യാനുള്ള വഴക്കൊന്നും ഉണ്ടാവാറില്ലല്ലോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഇങ്ങനെ പറയുള്ളൂ, ശ്രുതി എനിക്ക് ഇതുവരെ ഡയമണ്ട് ഒന്നും മേടിച്ചു തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുവാണ്. വർഷം മോതിരം രവീന്ദ്രനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കങ്ങളെ കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ എപ്പോഴും സന്തോഷത്തോടെ ഇരുന്നാൽ മതിയെന്ന് രവീന്ദ്രൻ പറയുവാണേ. അപ്പോഴേക്കും വർഷ പറയും, എനിക്ക് നല്ല പനിയുണ്ട്, ഞാൻ കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കട്ടെ, ശ്രീകാന്ത് എൻ്റെ ബാഗ് ഒന്ന് കൊണ്ടുവന്ന് മുറി വെക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് ശരി വർഷ എന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്ത് മുറിയിലോട്ട് പോകാൻ പോകുമ്പോഴേക്കും ചന്ദ്ര പിടിച്ച് നിർത്തുവാണേ. എടാ ശ്രീകാന്ത് നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെയും കൂട്ടി മുറിയിലോട്ട് പോവാണ്. കാരണം ചന്ദ്രക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നിരിക്കുവാണ് വർഷയെ തിരിച്ച് കൊണ്ടുവന്നതിൽ. ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്തിനാ എന്നെ വിളിച്ചതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ദേഷ്യപ്പെടുവാണ്, നിനക്കെന്താടാ ബുദ്ധിയില്ലേ, ഞാൻ അവളെ തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരുതെന്ന് പറഞ്ഞതല്ലേ, അവളായിട്ട് എപ്പോൾ വരുന്നോ അപ്പോൾ വന്നാൽ പോരായിരുന്നോ, ഇതിപ്പോൾ അവൾക്ക് ഡയമണ്ട് റിങ്ങും കൊടുത്ത് കൺവിൻസ് ചെയ്യിപ്പിച്ചൊക്കെ കൊണ്ടുവന്നിരിക്കുക, നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ് ശ്രീകാന്തിനോട്.
ഇനി ഇതുപോലെ ഡയമണ്ട് റിംഗ് ഇടയ്ക്കിടയ്ക്ക് കിട്ടാൻ വേണ്ടി തന്നെ അവൾ നിന്നോട് വഴക്കടിച്ചോണ്ടിരിക്കും എന്ന് പറയുവാണ് ചന്ദ്ര. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഇന്ന് ഹോട്ടലിൽ ഒരു വലിയൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗിഫ്റ്റായിട്ട് ഓണർ ഞങ്ങൾക്ക് കുറച്ച് കാശൊക്കെ തന്നു, ആ കാശിന് മേടിച്ചതാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, അങ്ങനെ കാശ് കിട്ടിയെങ്കിൽ ഒന്നെങ്കിൽ അത് നിൻ്റെ കയ്യിൽ വെക്കണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരണം. അവക്കെന്തിനാടാ മേടിച്ചു കൊടുത്തതെന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇല്ലമ്മേ, വർഷ ദേഷ്യത്തിലായിരുന്നില്ലേ, അപ്പോൾ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചന്ദ്ര പറയും, നീ ഇങ്ങനെ ഓരോന്നും കാണിച്ചു കൂട്ടിക്കോ, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും അവൾ നിൻ്റെ തലേ കയറിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനോട് ചൂടാവുകയാണ്. ഞാൻ പോകരുതെന്ന് പറഞ്ഞിട്ടും നീ എന്തിനാടാ പോയത്, നീ ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ലേന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇല്ലമ്മേ, അമ്മ വിളിച്ചതിന് ശേഷം ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു, പോണോ വേണ്ടയോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോഴാണ് എന്നെ രേവതി ചേച്ചി ഫോൺ ചെയ്തത്. അപ്പോൾ ചന്ദ്ര ചോദിക്കും, രേവതിയോ, അവളെന്തിനാ നിന്നെ വിളിച്ചത്? എന്നെ വിളിച്ച് കുറച്ച് ഉപദേശിക്കുകയൊക്കെ ചെയ്തമ്മേ, ഇങ്ങനെ വഴക്കിട്ട് നിൽക്കുന്നത് ശരിയല്ല, പോയി വർഷയെ കൂട്ടിക്കൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചന്ദ്ര ചോദിക്കും, അവളെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ, അവളും വർഷയും തമ്മിൽ വഴക്കല്ലേ? വഴക്കാണ്, പക്ഷേ എൻ്റെ സന്തോഷത്തിന് വേണ്ടി രേവതി ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അപ്പോൾ എനിക്കെന്താ നിന്നോട് സ്നേഹമില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, പക്ഷെ ആ പൂ കിട്ടുന്നവൾ പറഞ്ഞാൽ നീ കേൾക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തിനാ അമ്മ രേവതി ചേച്ചിയെ പറ്റി എപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്നും പോവാണ്. ചന്ദ്രക്കാണെങ്കിൽ രേവതിയാണ് ഇതിൻ്റെ പിറകിലെന്ന് അറിഞ്ഞപ്പോഴേക്കും നല്ല ദേഷ്യം ഒന്നുകൂടെ കയറി നേരെ രേവതിയുടെ അടുത്തോട്ട് പോവാണ്. എന്നിട്ട് അവിടെ കിടന്ന് തുള്ളുന്നുണ്ട്, എന്താടി രേവതി, നീയാണ് ഈ വീട്ടിലെ രാജ്ഞി എന്നാണോ നിന്റെ വിചാരം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, ഞാൻ എന്തിനാ അമ്മ അങ്ങനെയൊക്കെ വിചാരിക്കുന്നേ, പിന്നെ എന്തിനാ നീ ശ്രീകാന്തിനെ വിളിച്ച് വർഷയെ കൂട്ടിക്കൊണ്ടുവരാനൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ട് ചന്ദ്ര അവിടെ കിടന്ന് തുള്ളുവാണ് രേവതിയുടെ അടുത്ത്. അവരുടെ വഴക്ക് വലുതാവണ്ടെന്ന് ഓർത്ത് പറഞ്ഞതാന്ന് രേവതി പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, പിന്നെ അത് പറയാൻ ഞാനുണ്ട് ഇവിടെ, ഇതിപ്പോ അവനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ട് അവനെ നാണം കെടുത്തിരിക്കുക നീ എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. ഭാര്യയെ സമാധാനപ്പെടുത്തി കൂട്ടിക്കൊണ്ട് വരുന്നതിൽ എന്ത് നാണക്കേടാ അമ്മയുള്ളത്? വർഷ ഈ വീട്ടിലെ കുട്ടി തന്നെ അല്ലേ എന്ന് രേവതി ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അത് ഞാൻ തീരുമാനിക്കണം, അത് ഞാൻ പറയേണ്ട കാര്യമാണെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതെ, അമ്മ പറയാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് രേവതി പറയുവാണേ. നിനക്കിപ്പോൾ അഹങ്കാരം കൂടി വരുന്നുണ്ടെന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞാനൊരു നല്ല കാര്യമാണ് ചെയ്ത അമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര വീണ്ടും പൊട്ടിത്തെറിക്കാൻ പോകുമ്പോഴേക്കും രവീന്ദ്രൻ കടന്നു വരുവാണ് മുറിയിലോട്ട്. രവീന്ദ്രൻ മാത്രമല്ല, കൂടെ സച്ചിയുണ്ട്. എന്തിനാ ചന്ദ്രൻ നീ എങ്ങനെ കിടന്ന് അവളോട് ദേഷ്യപ്പെടുന്നത്, രേവതി ഒരു നല്ല കാര്യമല്ലേ ചെയ്തേന്നൊക്കെ ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലുള്ള വഴക്ക് അവൾ തീർത്തു കൊടുത്തു, എന്നിട്ടും നീ അവളെ തന്നെ കുറ്റം പറയുവാണ് ചന്ദ്ര എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അമ്മയ്ക്ക് എല്ലാത്തിലും രേവതിയെ കുറ്റം പറഞ്ഞല്ലേ ശീലം, രേവതി നീ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഞാൻ പുറത്തോട്ട് പോവാന്ന് പറഞ്ഞിട്ട് സച്ചി പോവാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നീ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ രേവതി ചെയ്തിരിക്കുന്നത്. പിള്ളേരുടെ ഇടയിൽ വഴക്ക് കൂട്ടാതെ അവരുടെ ഇടയിൽ സ്നേഹവും സന്തോഷവും നിറയ്ക്കാൻ നോക്ക്, അല്ലാതെ ഇതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ അവിടെ നിന്നും പോവാണ്. പിന്നെ കാണിക്കുന്നത് രാത്രി ആകുമ്പോഴേക്കും ശ്രുതി സച്ചിയുടെ ഫോൺ എടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. സച്ചിയാണെങ്കിൽ ഫോൺ കയ്യിൽ പിടിച്ചാനിരിക്കുവാണ്. അപ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇന്ന് എന്തായാലും സച്ചിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ ഞാൻ എടുത്തിരിക്കും, എൻ്റെ കയ്യിൽ ഈ ഉറക്കം വരുന്നുണ്ട്, അത് എത്രയും വേഗം സച്ചി കുടിക്കുന്ന പാലിൽ കലക്കി കൊടുക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അടുക്കളയിലോട്ട് പോകുമ്പോഴേക്കും രേവതി പാല് ചൂടാക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, മുകളിൽ ഉണക്കാനിട്ട തുണിയൊക്കെ എടുത്തെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, അതൊക്കെ ഞാൻ വൈകിട്ട് തന്നെ എടുക്കും. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല, നല്ല മഴക്കാറുണ്ട്, മഴ പെയ്യുന്ന പോലെയുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തോടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, ശരിയാ, ഇനി വല്ല തുണിയുണ്ടെങ്കിൽ അമ്മയുടെ വായിലിരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കേണ്ടി വരും, ശ്രുതി ഈ പാലൊന്ന് നോക്കാവൂ, ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് രേവതി ടെറസിലോട്ട് പോവാണ്. ഈ ഗ്യാപ്പ് നോക്കിയിട്ട് ശ്രുതി കയ്യിലുള്ള ഉറക്കം മരുന്ന് ആ പാലിൽ കലർത്തുവാണ്. അതൊക്കെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും രേവതി വരുവാണ്. രേവതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രുതി മോളിൽ തുണിയൊന്നും ഇല്ലല്ലോ, തുണിയൊന്നും ഇല്ലേ, ഞാൻ വെറുതെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ലേ, ശരി എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്നും പോവാണ്. രേവതി ആണെങ്കിൽ പാല് ഗ്ലാസ്സിലാക്കിയിട്ട് സച്ചിയുടെ അടുത്തോട്ടും പോവാണ്. സച്ചി പറയുന്നുണ്ട്, എന്തിനാ രേവതി എനിക്ക് പാലൊക്കെ, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ രേവതി നിർബന്ധിക്കുവാണ്, എൻ്റെ സച്ചിയേട്ട രാത്രി പാല് കുടിച്ച് കിടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാ, സച്ചിയേട്ടൻ രാവിലെ മുഴുവൻ വണ്ടി ഓടിച്ചൊക്കെ വരുമല്ലേ, ഇത് കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുവാണ്. സച്ചി ആ മേടിച്ചിട്ട് ഗ്ലാസ് അവിടെ വെച്ചിട്ട് രേവതിയോടിരുന്ന് കുറച്ചു നേരം സംസാരിക്കുകയാണ്. വർഷയുടെയും ശ്രീകാന്തിൻ്റെ വഴക്കൊക്കെ മാറിയെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, വഴക്ക് മാറിയതുകൊണ്ടല്ലേ അവരിങ്ങോട്ടേക്ക് വന്നത്, ഡയമണ്ട് റിങ് കണ്ട ഏത് പെണ്ണിൻ്റെ വഴക്കാ മാറാത്തെന്നൊക്കെ സച്ചി ചോദിക്കുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുവാണ്. അതെന്താ, പെണ്ണുങ്ങളൊക്കെ സ്വർണ്ണത്തിന് ആഗ്രഹിക്കുന്നവരാണെന്നാണോ സച്ചിയേട്ടൻ പറഞ്ഞു വരുന്നത്?
അല്ല അങ്ങനൊരു ഡയമണ്ട് റിംഗ് കൊടുത്തതുകൊണ്ടല്ലേ വർഷ വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതുകൊണ്ടെന്നല്ല വർഷ വന്നത്, ശ്രീകാന്ത് പോയി കൂട്ടിക്കൊണ്ട് വന്നത് കൊണ്ടാണ്. ഭർത്താവ് സ്നേഹത്തോടെ വന്ന് സംസാരിച്ചാൽ തന്നെ ഏതൊരു ഭാര്യയുടെയും വഴക്ക് മാറും എന്നൊക്കെ രേവതി പറയുവാണ്. അങ്ങനെ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ഇങ്ങനെ ദേഷ്യം വരുവാണ്. ഓ, ഈ സച്ചി എന്താ പാല് കുടിക്കാത്തെ, പാല് കുടിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങിക്കൂടെ എന്നൊക്കെ ശ്രുതി മുറിയിലിരുന്ന് വിചാരിക്കുവാണ്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും സച്ചിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് രേവതി ആ പാല് കുടിപ്പിക്കുവാണ്. അങ്ങനെ സച്ചി കുടിച്ച് പകുതിയാവുമ്പോഴേക്കും രേവതിക്കും കൊടുക്കുന്നുണ്ട്. രേവതി പറയും, എനിക്ക് വേണ്ട സച്ചിയേട്ടാന്ന് പറയുമ്പോഴേക്കും, ഏയ് നീയും രാവിലെ തൊട്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുവല്ലേ പൂ കൊടുക്കാനും ഇവിടുത്തെ പണിയൊക്കെ എടുത്തിട്ട്, നീയും പാല് കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റുമെന്ന് പറഞ്ഞിട്ട് രേവതിയെയും കുടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കുടിക്കുന്നത് കണ്ട് ശ്രുതി അവിടെ നിന്ന് സന്തോഷിക്കുവാണ്. അത് കഴിയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി നീ ഒരു പാട്ട് പാടിക്കുക പറയുവാണ്. ആ പാട്ട് കേട്ട് എനിക്ക് ഉറങ്ങണമെന്ന് സച്ചി പറയുമ്പോഴേക്കും രേവതി പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ട്. രേവതി പാട്ട് പാടുമ്പോഴേക്കും സച്ചി നല്ല ഉറക്കം ഉറങ്ങുവാണ്. പാടി രേവതിയും കിടന്നുറങ്ങുന്നുണ്ട്. കാരണം നല്ല ഉറക്കത്തിലാണ് രണ്ടുപേരും. കാരണം രണ്ടുപേരും ആ ഉറക്കം മരുന്ന് ചേർത്ത പാലൊക്കെ കുടിച്ചായിരുന്നല്ലോ. ഇത് കാണുമ്പോഴേക്കും ശ്രുതിക്ക് സന്തോഷമാവാണ്. അവരുറങ്ങി കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ശ്രുതി പയ്യെ മുറിയിൽ നിന്ന് ഇറങ്ങുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഹൗ ഞാൻ കൊടുത്ത മരുന്ന് നന്നായിട്ട് ഫലം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, രണ്ടുപേരും നല്ല ഉറക്കമാണ്, ഇത് തന്നെ പറ്റിയ സമയം, സച്ചിയുടെ ഫോൺ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി പയ്യെ അവർ കിടക്കുന്ന ഇടത്തോട്ട് പോയിട്ട് സച്ചിയുടെ മൊബൈൽ എടുക്കാൻ പോകുമ്പോഴേക്കും ചന്ദ്ര വരുവാണേ. ശ്രുതി നീ ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലെന്ന് ചോദിക്കുവാണ്. ചന്ദ്രയുടെ സൗണ്ട് കേൾക്കുന്നതും ശ്രുതി ഇങ്ങനെ ഞെട്ടിപ്പോവാണ്. ഇല്ല ആൻറ്റി, അതെ നല്ല തലവേദന, ഞാൻ ചായ ഉണ്ടാക്കി കുടിക്കാലോ എന്ന് ഓർത്ത് വന്നതാ, ചായപാത്രം കാണുന്നില്ല, അപ്പോൾ രേവതിയെ വിളിച്ച് ചോദിക്കാലോ എന്നോർത്ത് അങ്ങോട്ട് പോവായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഹാ അവൾ രാവിലെ മുഴുവൻ പൂവും കെട്ടി കൈ നിറയെ സമ്പാദിക്കുന്നുണ്ട്, അവളുടെ അമ്മക്കും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അവൾ സുഖമായിട്ട് ഉറങ്ങുന്നു, ഞങ്ങൾക്കാണ് ഉറക്കം വരാത്തത്. അപ്പോൾ ശ്രുതി പറയും, ശരി ആൻറ്റി എന്നാൽ ഞാൻ പോട്ടെ, എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, അല്ല നീയല്ലേ ഇപ്പോൾ ഉറക്കം വരുന്നില്ലെന്ന് പറയുന്നത്, അത് നേരത്തെ കുറച്ചു നേരം ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഉറക്കം വരുന്നു, ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പയ്യെ അവിടെ നിന്നും പോവാണേ. ശ്രുതി പോയാലല്ലേ ചന്ദ്രയും പോകത്തുള്ളൂ. അങ്ങനെ ചന്ദ്ര മുറിയിലോട്ട് പോകുമ്പോഴേക്കും ശ്രുതി വീണ്ടും മുറി തുറന്ന് പയ്യെ വരുവാണ്. സച്ചിയുടെ ഫോണിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും സച്ചിയും രേവതിയും മാറി മാറി നോക്കുവാണ്. അവർ രണ്ടുപേരും നല്ല ഉറക്കമാണ്. ശ്രുതി പയ്യെ ഫോൺ എടുക്കാൻ പോകുന്നിടം വെച്ചിട്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.